തിരുവചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വചനം തിരുവചന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ഈശോ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 13 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. നാം പല ആവർത്തി വായിച്ച് കേട്ട് കടന്നു പോയിരിക്കുന്ന ഒരു കാര്യം. എങ്കിൽ എൻ്റെ ജീവിതവുമായി, നമ്മുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കേണ്ട ഒരു വചനഭാഗം. 2-ാം അധ്യായം 13 മുതലുള്ള വചനങ്ങളിൽ, യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടിയുണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് പറഞ്ഞു, ഇത് ചെയ്യാൻ നിനക്ക് അധികാരം ഉണ്ടെന്നതിന് എന്ത് അടയാളമാണ് നീ കാണിക്കുക? യേശു പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ പറഞ്ഞു, ഈ ദേവാലയം പണിയാൻ 46 സംവത്സരം എടുത്തു. വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ കാലഘട്ടത്തിലും അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ദൈവാരാധനയ്ക്ക് വേണ്ടി നമ്മുടെ ദേവാലയങ്ങൾ പണിതുയർത്താറുണ്ട്. ഈശോയുടെ കാലഘട്ടത്തിലെ ജെറുസലേം ദേവാലയത്തിൽ കച്ചവടം കടന്നു വന്നപ്പോൾ, അതിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെട്ടപ്പോൾ ഈശോയ്ക്ക് അത് വേദന തോന്നി. ഈശോ കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി അവരെ എല്ലാം അടിച്ചു പുറത്താക്കിയെന്ന വചനം വായിക്കുക. എന്നിട്ട് ഈശോ യോഹന്നാൻ 2:17 വചനം പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. ഈശോ പറയുക യോഹന്നാൻ 2:16, എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് എന്ന്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വചനം, ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴികൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ഭൂമിയിലെ പൂഴി കൊണ്ട് രൂപം കൊടുത്ത മനുഷ്യന് ജീവനുള്ളതായി മാറ്റിയത് ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിച്ചപ്പോഴാണ്. കൈകൊണ്ട് മനുഷ്യൻ പണിയപ്പെടുന്ന ദേവാലയങ്ങൾക്ക് പരിശുദ്ധി ഉണ്ടാകുന്നത് അവിടെ ദൈവം വസിക്കുമ്പോഴാണ്. ആ ദേവാലയം ജീവനുള്ളതായി മാറുന്നതും ദൈവം വസിക്കുമ്പോഴാണ്. അപ്പോൾ ഈ ദൈവം വസിക്കുന്നിടത്ത് ദൈവത്തിന് അനുചിതമല്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അശുദ്ധി കടന്നു വരികയാണ്. ഇവിടെ നാം കാണുന്നുണ്ട് ഈശോ ദേവാലയം ശുദ്ധീകരിക്കുന്നതായിട്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് മറ്റൊരു വലിയ വിശുദ്ധിയെക്കുറിച്ച് പറയാനായിട്ടാണ് ഈ മണിക്കൂറിൽ ഞാൻ ആഗ്രഹിക്കുക. കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാമത്തെ അധ്യായം 19-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിനെന്ന്. ഈശോ ജെറുസലേം ദേവാലയം ശുദ്ധീകരിച്ചുവെങ്കിൽ ഇന്ന് ഈശോ ശുദ്ധി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ദേവാലയം എന്ന് പറയുക എൻ്റെ ശരീരമാകുന്ന ദേവാലയമാണ്. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഈശോയെ അവിടെ സ്വസ്ഥമായി ഇരിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ മറ്റു പല കച്ചവടങ്ങൾക്ക് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് എങ്കിൽ എൻ്റെ ജീവിതത്തിൽ ശുദ്ധീകരണത്തിൻ്റെ വലിയ ഒരവസ്ഥ കടന്നു വന്നിരിക്കുന്നു. യഥാർത്ഥമായ ദേവാലയം ഈശോയുടെ ശരീരമാണ്. ഈശോ പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവരേറെ ഫലം പുറപ്പെടുവിക്കുന്നുവെന്ന്. മുന്തിരിവള്ളിയായി ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ശാഖകളാണ് ഞാനും നിങ്ങളുമെങ്കിൽ യഥാർത്ഥ ദേവാലയമാകുന്ന ഈശോയുടെ ശരീരത്തോട് എൻ്റെ ശരീരത്തെ ചേർത്ത് വയ്ക്കുമ്പോൾ ആ ശരീരത്തിൻ്റെ ദേവാലയത്തിൻ്റെ പരിശുദ്ധി നിശ്ചയമായും ഉണ്ടാവണം. അവിടുത്തെ അശുദ്ധിയെ ഞാൻ മാറ്റിക്കളയണം. അവിടെ കുറവുകൾ വരുമ്പോൾ അവിടുത്തേക്ക് അത് സഹിക്കാനാവില്ല. ശരീരത്തിൻ്റെ വിശുദ്ധി തമ്പുരാൻ്റെ മുമ്പിൽ വളരെ പ്രധാനപ്പെട്ടതാണ്.
ശരീരത്തെ മലിനമാക്കുമ്പോൾ അവിടുന്ന് ഒത്തിരി വേദനിക്കുകയാണ്. കാരണം അവിടത്തേക്ക് വസിക്കാൻ ഈ ഭൂമിയിലുള്ള ഇടമെന്ന് പറയുക നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ മനസ്സാണ്, നമ്മുടെ ആത്മാവാണ്. അവിടുത്തെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി നമ്മൾ ചേർത്ത് വയ്ക്കണം. ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്, ഒരു ബുക്ക് മഷി പുരണ്ട് നഷ്ടപ്പെട്ടു പോയാൽ, ചീത്തയായി പോയാൽ, കീറിപ്പോയാൽ കടയിൽ പോയിട്ട് കാശ് കൊടുത്ത് ബുക്ക് മേടിക്കാനായിട്ട് പറ്റും. ഒരു ഡ്രസ്സ് മേടിച്ചിട്ട് അത് കീറി പഴകിപ്പോയാൽ പുതിയ ഡ്രസ്സ് കടയിൽ പോയി കാശ് കൊടുത്ത് എനിക്ക് മേടിക്കാൻ പറ്റും. പക്ഷെ എൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ ആ വിശുദ്ധി ഒരു കടക്കാരനോ ഒരു സൈക്കോളജിസ്റ്റിനോ ഈ ഭൂമിയിൽ ആർക്കും തരുവാൻ സാധിക്കില്ല. ആ ശരീരത്തിൻ്റെ വിശുദ്ധി തരുവാൻ പറ്റുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത്, അതിനെ ശുദ്ധീകരിക്കുവാൻ വിശുദ്ധീകരിക്കുവാൻ കഴിവുള്ളത് ഈശോയ്ക്ക് മാത്രമാണ്. അതല്ലേ ഈശോ ഈ യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ ചെയ്തു കൂട്ടിയത്. ഞാൻ ഓർക്കുന്നു, അവിടുന്ന് വചനം ഇങ്ങനെ പറയുന്നു, യോഹന്നാൻ 2:14, അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കിയെന്ന്. ഈ കയറുകൊണ്ടുള്ള ചമ്മട്ടി, കയറ് എങ്ങനെ ഉണ്ടാക്കപ്പെടുക? നമുക്കൊക്കെ അറിയാം, ചകിരി അഴുകിയിട്ട് അതിൽ നിന്ന് അത് പിരിച്ച് എടുത്തിട്ട് വളരെയേറെ പണിപ്പെട്ട് ആണ് നമ്മൾ കയറുണ്ടാക്കുക. അപ്പോൾ ഈശോ ആ കയറ് കൊണ്ട് ഈ ദേവാലയത്തെ ശുദ്ധീകരിച്ചുവെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതത്തെ ഞാൻ ശുദ്ധീകരിക്കാൻ ഞാൻ ചേർത്ത് പിടിക്കേണ്ട ചില ത്യാഗങ്ങളുണ്ട്, ചില പണിപ്പെടലുകളുണ്ട്, ചില പ്രയത്നങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അവിടെയാണ് ആ പ്രയത്നങ്ങൾ ചേർത്ത് വയ്ക്കാതെ ഈശോ ശുദ്ധീകരിച്ചു കൊള്ളുമല്ലോ എന്ന് പറഞ്ഞു പോയിരുന്നാൽ പോരാ. കുറച്ചുകൂടി തമ്പുരാൻ്റെ സന്നിധിയിലെ ത്യാഗങ്ങൾ ഏറ്റെടുത്ത് ഒരു കുമ്പസാരത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയത് ഏറ്റുപറഞ്ഞ് തിരിച്ചു കിട്ടുമ്പോൾ ഞാൻ വീണ്ടും ആ ഒരു പാപത്തിലേക്ക് പോകാതിരിക്കാൻ ഞാൻ എടുക്കേണ്ട ചില പ്രയത്നങ്ങളുണ്ട്. അതാണ് ഈ കയറെന്ന് പറയുന്ന ചമ്മട്ടി. അത് എന്നോട് തന്നെ ഞാൻ പ്രയോഗിക്കാൻ തുടങ്ങണം. എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി കളങ്കപ്പെടുത്തുന്ന, എൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ചില മേഖലകളുണ്ട്, ചില കുറവുകളുണ്ട്. ഞാൻ അടിച്ച് ആട്ടി പുറത്താക്കേണ്ട ചില അവസ്ഥകളുണ്ട്. അത് ഞാൻ തന്നെ തിരിച്ചറിയണം. അത് ഈ ലോകത്തിൽ ആർക്കും എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റില്ല. ശരീരത്തിൻ്റെ പരിപാവനമായ വിശുദ്ധിക്കുള്ളിൽ ആത്മാവിൻ്റെ വലിയ ആവാസങ്ങൾ നടക്കും. വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ ശരീരം ഇന്ന് അഴുകാതെ കുടികൊള്ളുന്നുണ്ട് എങ്കിൽ അദ്ദേഹം വിശുദ്ധിക്ക് വേണ്ടി പോരാടി തൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധി എത്രമാത്രം കാത്തു സൂക്ഷിച്ചിരുന്നെന്ന് ആ ജീവിതത്തിൻ്റെ മഹത്വം ഇന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ, നമ്മുടെ ജീവിതത്തെ അനുദിനം ശുദ്ധീകരിച്ച് ആട്ടി പുറത്താക്കേണ്ട ചില മേഖലകളെ പുറത്താക്കിക്കൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ ഈശോ ഇത് തന്നെ നമുക്കും തരും. നമ്മുടെ ജീവിതത്തിൽ ഇതാണ് ഈശോ ആഗ്രഹിക്കുക. നമ്മുടെ ശരീരം ഒരിക്കലും നമ്മുടെ സ്വന്തമല്ല. നിങ്ങളുടെ സ്വന്തമല്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങളുടെ ശരീരം നിങ്ങളുടെ സ്വന്തമല്ലെന്ന് അറിഞ്ഞുകൂടെ? പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുമ്പോൾ, ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ ഒത്തിരി ശരീരത്തിൻ്റെ പാപങ്ങളിലേക്ക് ലോകം വീണുപോയിക്കൊണ്ടിരിക്കുകയാണ്. യുവജനങ്ങളുടെ ജീവിതത്തിലും എല്ലാം പാപത്തിൻ്റെ, ശരീരത്തിൽ ചെയ്യുന്ന പാപങ്ങൾ വളരെ വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ പറയുകയാണ് ഇതിൽ നിന്ന് മാറിച്ചരിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന്. പറ്റും. ദൈവത്തിൻ്റെ വലിയ ശക്തി. നീ തമ്പുരാൻ്റെ സന്നിധിയിൽ നിന്ന് കൃപ ചോദിച്ചു മേടിക്കണം. പരിശ്രമിക്കുകയും കൃപ ചോദിച്ചു മേടിക്കുകയും ചെയ്യുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് അശുദ്ധിയുടെ വലിയ കെട്ടുകൾ, തഴക്കദോഷങ്ങൾ, ദുശീലങ്ങൾ, പാപകരമായ ചില മേഖലകൾ ഒക്കെ മാറിപ്പോകും. ഞാൻ ഓർക്കുന്നു, ഒരു ചേച്ചി കൗൺസിലിങ്ങിന് വന്നപ്പോൾ പറഞ്ഞതിങ്ങനെയാണ്. ചേച്ചിയുടെ വയറ് മുഴുവൻ ബെൽറ്റ് കെട്ടിവെച്ചിരിക്കുകയാണ്. നല്ല വണ്ണം തോന്നിക്കുന്ന ഒരു ചേച്ചി പറഞ്ഞു, സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം, വർഷങ്ങളായിട്ട് ഈ ഒരു പീഡയില്ല, സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുത്തിട്ടും വയറ് ഇങ്ങനെ വീർത്ത് വരികയാണ്, ഇതിനൊരു കുറവില്ല എന്ന്. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് തമ്പുരാൻ കാണിച്ചു തന്നൊരു കാര്യം ഞാൻ ഓർക്കുന്നു. 26 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അബോർഷൻ ചെയ്തതാ. അത് ഈ 26 വർഷങ്ങൾക്ക് ശേഷവും ഒരിക്കൽ പോലും പറഞ്ഞു കുമ്പസാരിച്ചിട്ടില്ല. അന്ന് ഞങ്ങൾ ഇന്ന സ്ഥലത്തായിരുന്നു, അവിടെ ഇതിൻ്റെ ഒന്നും അറിവുമില്ലായിരുന്നു, ജോലി തിരക്കിനിടയിൽ ഇത് തെറ്റായിട്ട് തോന്നിയിട്ടില്ല, അതുകൊണ്ട് ഇന്ന് വരെ പറഞ്ഞു കുമ്പസാരിച്ചിട്ടില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ആ സമയം തന്നെ അവർ തിരിച്ചറിഞ്ഞ് കുമ്പസാരക്കൂട്ടിലേക്ക് പോയെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനും വേണ്ട, ബെൽറ്റും വേണ്ട ചേച്ചിയുടെ ജീവിതത്തെ ഈശോ അനുഗ്രഹിച്ചു. കാരണം നമ്മുടെ ശരീരം ഈശോയുടെ സ്വന്തമാണ്. അശുദ്ധി കടന്നു വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ ചില മേഖലകളിൽ പാപങ്ങൾ കടന്നു വരാറുണ്ട്.
എല്ലാവരുടെയും രോഗത്തിൻ്റെ അവസ്ഥകൾ അതാണെന്ന് പറയുന്നില്ല, എങ്കിലും ഇതും ഒരു സത്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കേണ്ട, ശരീരത്തിൽ നിന്ന് പുറത്താക്കേണ്ട ചില മേഖലകളുണ്ടല്ലോ, ചില വലിയ കോപങ്ങൾ, വിദ്വേഷങ്ങൾ, ശരീരത്തിൽ ചെയ്യുന്ന വ്യഭിചാരങ്ങൾ, അശുദ്ധിയുടെ ചില അവസ്ഥകൾ ഒക്കെയുണ്ട്. അതെല്ലാം തമ്പുരാൻ്റെ പക്കൽ ഒന്ന് ഏറ്റുപറയണം. വീണു പോകുന്ന മേഖലകൾ നമുക്കുണ്ട്, പക്ഷേ വീണ്ടും വീണ്ടും ഏറ്റുപറഞ്ഞ് ശുദ്ധീകരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. ദൈവത്തിൻ്റെ വാസകേന്ദ്രമാക്കി മാറണം നമ്മുടെ ശരീരം. നമ്മുടെ ഉള്ളിലെ ദൈവ സൃഷ്ടിയെ കണ്ടില്ലെന്ന് നടിച്ചാൽ നമ്മുടെ ജീവിതം, ശരീരം ഒരു പാഴ് വസ്തുവായി മാറും. എൻ്റെ ശരീരത്തിന് ഇത്രയും പ്രാധാന്യമുണ്ടാവാൻ കാരണം എൻ്റെ ഉള്ളിൽ ഈശോ വസിക്കുന്നത് കൊണ്ടാണ്. ഒത്തിരി കൃപയുള്ള ഒരു സിസ്റ്റർ പ്രാർത്ഥിക്കാനായിട്ട് പോയി. അന്ന് രാവിലെ സിസ്റ്ററിന് മനസ്സിൽ ഒരു വലിയ വെറുപ്പ്, അശുദ്ധി തോന്നുകയാണ്. പ്രാർത്ഥിക്കാനായിട്ട് വന്നിരുന്ന വ്യക്തികളോട് പറഞ്ഞു, 1 മിനിറ്റ് നിങ്ങളിവിടെ നിൽക്ക്, എനിക്ക് ഒന്നും പ്രാർത്ഥിച്ചിട്ട് ഒരു സന്ദേശങ്ങളും കിട്ടുന്നില്ല, ഞാൻ പോയി ഒന്ന് കുമ്പസാരിച്ചിട്ട് വന്നിട്ട് നിങ്ങളോട് സംസാരിക്കാമെന്ന്. അപ്പോൾ തന്നെ എഴുന്നേറ്റ് പോയി തൻ്റെ മനസ്സിൻ്റെ ചിന്തകൾ, അശുദ്ധമായ ചില ഓർമ്മകൾ, അതൊക്കെ പറഞ്ഞങ്ങ് കുമ്പസാരിച്ച് അപ്പോൾ തന്നെ കൃപ സ്വീകരിച്ച് തിരിച്ചു വന്ന് അവരെ കൗൺസിലിംഗ് നടത്തിയെന്ന് അവർ പറയുക. കുഞ്ഞു പാപങ്ങൾ പോലും ദൈവത്തിൻ്റെ കൃപയ്ക്ക് തടസ്സം നിൽക്കുകയാണ്. നമ്മുടെ മനസ്സും ശരീരവും വിശുദ്ധിയിൽ നിൽക്കണമെങ്കിൽ ദൈവകൃപ ഒഴുകി വന്നാലാണ് അത് വിശുദ്ധിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അനുനിമിഷം ചോദിച്ചു കൊണ്ടിരിക്കണം. ചിലരുണ്ട് കുംഭസ്ഥാനത്തിന് ഒരിക്കലും പ്രാധാന്യം കൊടുക്കില്ല. കുംഭസ്ഥാനത്തിന് പ്രാധാന്യം കൊടുക്കാത്തപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി ഉണ്ടാകും, ശരീരം വിശുദ്ധമായി മാറുകയില്ല. പഴയ നിയമത്തിൽ പറയുകയാണ്, ഏകാഗ്രമായി പ്രാർത്ഥിക്കാനുള്ള ഒരു ആലയമായിരുന്നു അവർക്ക് ജെറുസലേം ദേവാലയം. ബലി അർപ്പിക്കാനുള്ള ഒരു മേഖലയായിരുന്നു ജെറുസലേം ദേവാലയം. എന്നാൽ പുതിയ നിയമത്തിൽ ഈശോ തൻ്റെ ശരീരമാകുന്ന ആലയം ബലിയർപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഈശോ ഇത് കാണിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ബലി ആവശ്യമുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വചനങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമെന്ന്. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി എല്ലാ ദിവസവും അർപ്പിക്കണം. അവിടെയാണ് നമ്മുടെ ദൈവം നമ്മിൽ പ്രസാദിക്കുക, ദൈവം നമ്മുടെ ജീവിതത്തിൽ വാഴുക. ദേവാലയം മിശിഹ രഹസ്യങ്ങളുടെ കേന്ദ്രമായി, ദൈവകൃപയുടെ ഉറവിടമായി മാറുന്നത് പോലെ എൻ്റെ ശരീരവും ദൈവിക രഹസ്യങ്ങളുടെ ഒരു കലവറയായി മാറണം. ദൈവം ഇരിക്കുന്ന ഒരു കേന്ദ്രമായി മാറണം, ഒരു വാസസ്ഥലമായി മാറണം. വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ കൊണ്ട് നമ്മൾ ഓടി നടക്കുകയാണ്. അതിനെ ഒന്ന് തൊടുവാൻ, അതിനെ ഒന്ന് മുത്താനായിട്ട് അതിൻ്റെ വലിയ ശക്തി നമുക്കറിയാം. അവരുടെ ബോണിൻ്റെ വിശുദ്ധ പാത്രോപ്പിയയുടെ ബോണുള്ള ഒരു പള്ളിയുണ്ട് അടൂര്. അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അഭിഷേകങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരുടെ, ശരീരത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റണം. ദൈവിക രഹസ്യങ്ങൾ പുറപ്പെടുന്ന വലിയ ഒരു രഹസ്യമാണ് നമ്മുടെ ശരീരമെന്ന് പറയുക. അതിൻ്റെ വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ കച്ചവട സ്ഥലമാക്കി നമ്മൾ മാറ്റരുത്. മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളതിനെ മാറ്റുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മനസ്സിൽ വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ അവിടെ ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാവുന്നില്ല. ഈ ശരീരത്തിലേക്കാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ശരീരത്തിൽ ആത്മാവിൻ്റെ അഭിഷേകം കടന്നു വന്ന് ആത്മാവ് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കും. ഈശോ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, ഈശോ വസിക്കുന്നതിൻ്റെ ഫലങ്ങൾ നമുക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കണമെങ്കിൽ ആത്മാവിൻ്റെ അഭിഷേകം നമുക്ക് വേണം. ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വചനം, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഈ വലിയ അഭിഷേകം സ്വീകരിച്ച ഈശോയുടെ ശരീരം കൊണ്ട് അവിടുന്ന് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. ബന്ധിതർക്ക് മോചനം കൊടുത്ത ഒരു ഈശോയെ നാം കാണുകയാണ്. അന്ധർക്ക് കാഴ്ച കൊടുത്ത ഒരു തമ്പുരാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത തമ്പുരാൻ, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിച്ച ഒരു തമ്പുരാൻ. ഈ ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ അനുഭവിക്കണം.
ഓരോ കൂദാശകളിലൂടെയും ഈ ആത്മാവിൻ്റെ അഭിഷേകം നമുക്ക് കിട്ടുകയാണ്. ഈ ആത്മാവിൽ നിറഞ്ഞ് എൻ്റെ ശരീരത്തിൽ നിന്നുകൊണ്ട് വേണം ഞാൻ യേശുവിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട്. അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുമെന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, ശരീരത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച്, ആത്മാവിൻ്റെ വിശുദ്ധിയെക്കുറിച്ച്, നിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ യാത്രകളിൽ നിനക്ക് എന്തൊക്കെ വേണോ അതെല്ലാം അവൻ്റെ അഭിഷേകം നിന്നെ പഠിപ്പിക്കും. എസെക്കിയേൽ 20:47 ഒരു വചനം പറയുന്നുണ്ട്, ഞാൻ നിന്നിൽ തീ കൊളുത്തും, നിന്നിൽ പച്ചയും ഉണങ്ങിയതുമെല്ലാം കത്തിച്ച് ചാമ്പലാക്കും, തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാവരും അതിൽ കരിയും, കർത്താവായ ഞാനാണ് കൊളുത്തിയതെന്ന് സകല മർത്യരും അറിയും, അതിൻ്റെ ജ്വാലകൾ അണയുകയില്ല എന്ന്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് പ്രവാചകൻ പറയുന്നതാണ് എങ്കിൽ, ഈ ആത്മാവിൻ്റെ അഭിഷേകം നിൻ്റെ ശരീരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, ഈ ആത്മാവിൻ്റെ ശക്തി നിനക്ക് കിട്ടിക്കഴിയുമ്പോൾ നിനക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള കൃപയാണ് കിട്ടുന്നത്. നിന്നിലെ ഉള്ള അശുദ്ധി, ഈ പുറത്താക്കപ്പെടുന്ന ചില കാര്യങ്ങൾ, അതെല്ലാം ഈ ആത്മാവിൻ്റെ അഗ്നിയിൽ കത്തിയെരിയും. എന്നിട്ടോ കർത്താവാണ് അത് കൊളുത്തിയതെന്ന് അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുമെന്ന് വചനം പറയുന്നു. അവിടുത്തെ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളൊരു സദ്വാർത്തയായിരുന്നു. അത് ഈശോ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 52-ഉം 53-ഉം വചനങ്ങളിൽ ഈശോ ഈ പാവപ്പെട്ടവരുടെ കൂടെ ഇരിക്കുകയാണ്. ശരീരത്തിൽ ആത്മാവിൻ്റെ വിശുദ്ധി കിട്ടിയപ്പോൾ ഈശോയുടെ യാത്രയാണ് നാം അവിടെ കാണുക. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 20-ാമത്തെ വചനത്തിൽ ഈശോ പറയുക, ദരിദ്രർക്ക് സുവിശേഷ ഭാഗ്യം ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ അടിച്ചമർത്തപ്പെട്ടവർക്ക്, പീഡിതർക്ക്, പാവപ്പെട്ടവർക്ക് ഈശോ ആരായിത്തീരുന്നുവെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. എൻ്റെ ശരീരത്തിലും ആത്മാവിൻ്റെ വലിയ അഭിഷേകം കിട്ടുമ്പോൾ ഞാൻ എടുക്കേണ്ട മറ്റൊരു സ്റ്റെപ്പാണ് ഈ പാവപ്പെട്ടവരുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അന്ധർക്ക് അവിടുന്ന് കാഴ്ച കൊടുത്ത ലൂക്കായുടെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. വീണ്ടും നാം കാണുന്നു അവിടുന്ന് 4-ാമത് ചെയ്ത കാര്യം കർത്താവിന് സ്വീകാര്യമായ വത്സരമാണ്. ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 43-ാമത്തെ വചനം ഇങ്ങനെ കാണുന്നു, എന്നാൽ അവൻ പറഞ്ഞു, മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, അതിനു വേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അവൻ യൂദയായിലെ സിനഗോഗുകളിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവിന് സ്വീകാര്യമായ വത്സരം എല്ലായിടത്തും പ്രഘോഷിക്കാൻ തക്കവിധം അവൻ്റെ ശരീരത്തിൽ ആത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞപ്പോൾ വിശ്രമമില്ലാതെ പിതാവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഓടുന്ന, ദൈവരാജ്യ പ്രവർത്തനത്തിന് വേണ്ടി ഓടുന്ന ഒരു ഈശോയെ നമ്മളിവിടെ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ എൻ്റെ ശരീരം കൊണ്ട് ഞാനും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. വീണ്ടും വചനം ഈശോ പറയുന്നു. ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ ഈശോ പറയുകയാണ്, 19-ാമത്തെ വചനത്തിൽ, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു എന്ന് ഈശോ പറയുമ്പോൾ ആ പറഞ്ഞത് സുവിശേഷം മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് പറ്റും. മാമോദീസയിൽ വിശുദ്ധി സ്വീകരിച്ച ഒരു ഈശോ. സാധാരണ മാമോദീസ ഒരു വ്യക്തിക്ക് കൊടുക്കും ശരീരത്തിൻ്റെ ശുദ്ധി, ആത്മാവിൻ്റെ ശുദ്ധി, ഉത്ഭവഭാവത്തിൽ നിന്നുള്ള എല്ലാ മോചനങ്ങളും. എങ്കിലും ഈശോയ്ക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൻ ദൈവപുത്രനാണ്. ശരീരത്തിൻ്റെ ശുദ്ധിയുടെ ആവശ്യമില്ല, ആത്മാവിൻ്റെ ശുദ്ധിയുടെ ആവശ്യമില്ല. പക്ഷേ ഈശോയ്ക്ക് ജോർദാൻ നദിയിൽ ഇറങ്ങി നിന്നപ്പോൾ കിട്ടിയ ഒരു വലിയ സമ്മാനമുണ്ട്. ശരീരത്തിൻ്റെ മേൽ ഇറങ്ങി വന്ന ആത്മാവിൻ്റെ അഭിഷേകം, ദൈവസ്വരം കേട്ട ഒരു അഭിഷേകം. ഈ ഒരു അഭിഷേകം എൻ്റെ ശരീരത്തിൽ ഇന്ന് ഞാൻ സ്വന്തമാക്കണം. എൻ്റെ ശരീരത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഇറങ്ങി വരുന്ന ഒരു അനുഭവം ഞാൻ സ്വന്തമാക്കണം. ഈ കാലഘട്ടത്തിൽ വിശുദ്ധിയിൽ മുന്നേറുവാൻ, പടപൊരുതി ജീവിക്കുവാൻ എനിക്ക് സാധിക്കണമെങ്കിൽ എൻ്റെ ശരീരത്തിൽ ആത്മാവിൻ്റെ വലിയ ഒരു അഭിഷേകം ഞാൻ സ്വന്തമാക്കണം. മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 12-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, സ്നാപക യോഹന്നാൻ്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു, ബലവാന്മാർ അത് പിടിച്ചടക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ബലപ്രയോഗമെന്ന് പറയുക? നമ്മുടെ മനസ്സിനോട്, നമ്മുടെ ശരീരത്തോട് വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി നാം ചെയ്യേണ്ട ചില യുദ്ധങ്ങളുണ്ട്, ചില ബലപ്രയോഗങ്ങളുണ്ട്, ചില കാര്യങ്ങളെ മാറ്റി നിർത്തേണ്ടതുണ്ട്. വിശുദ്ധിക്ക് വേണ്ടി ഇടുങ്ങിയ വാതിലൂടെ ചരിക്കേണ്ട ചില യാത്രകളുണ്ട്.
അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബലപ്രയോഗം എന്ന് പറയുക. അങ്ങനെ ബലപ്രയോഗം നടത്തുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ പരിശുദ്ധിക്കനുസരിച്ച് ആത്മാവിൻ്റെ അഭിഷേകത്തോടെ നമുക്ക് ജീവിതത്തെ ദൈവരാജ്യ പ്രഘോഷണത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുകയുള്ളൂ എന്ന് വചനം പറയുന്നു. ഇനി എൻ്റെ ശരീരത്തിൽ ഈശോ വസിക്കുന്നുണ്ട് എങ്കിൽ ഈ ഈശോ എന്നിൽ ഉള്ളതെന്നുള്ള വലിയ ബോധ്യം, ആ സ്നേഹത്തിൻ്റെ, ആ ദൈവ സാന്നിധ്യത്തിൻ്റെ അഗ്നി ഒരിക്കലും അണഞ്ഞു പോകാൻ പാടില്ല. ദേവാലയത്തെക്കുറിച്ചും ദേവാലയത്തിൻ്റെ ചട്ടങ്ങളെക്കുറിച്ചും അതിൻ്റെ എല്ലാ കാര്യങ്ങളെയും കുറിച്ചും നിയമങ്ങളെക്കുറിച്ചൊക്കെ ലേവ്യരുടെ പുസ്തകത്തിൽ പറയുമ്പോൾ ഒരു കണ്ടീഷൻ ദേവാലയത്തിൻ്റെ അകത്ത് അവർ പറയുകയാണ്. ലേവ്യരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 12-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു: ബലിപീഠത്തിലെ അഗ്നി ഒരിക്കലും അണഞ്ഞു പോകരുത് എന്ന്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വിശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ശരീരം വിശുദ്ധമായ ദേവാലയമായി മാറുന്നില്ല, ദൈവം വസിക്കുന്ന ആലയമായി മാറുന്നില്ല. വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഹെബ്രായർ 12:14 വചനം പറയുന്നുണ്ട്, വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുവനെന്ന്. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. അടുത്ത വചനം, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. മത്തായി 5:8 വചനം പറയുന്നുണ്ടല്ലോ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന്. എൻ്റെ ഹൃദയത്തിന് ശുദ്ധിയുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ശരീരത്തെയും ഞാൻ ശുദ്ധിയാക്കി സൂക്ഷിക്കുമെന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തെ ദർശിക്കാൻ എനിക്ക് സാധിക്കണമെങ്കിൽ എൻ്റെ ഹൃദയത്തിന് ശുദ്ധി ഉണ്ടാവണം. വീണ്ടും ഹെബ്രായർ 12:15 വചനം പറയുകയാ, ദൈവകൃപ ആർക്കും നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കുവനെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ എനിക്ക് നഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നതും എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ കുറവ് കൊണ്ടാണ്. ഈ വിശുദ്ധിയുടെ കുറവ് ഞാൻ മനസ്സിലാക്കി അതിനെ തിരുത്താനായിട്ട് ശ്രമിക്കണം. ഇന്ന് എത്രയോ ഭൗതികതയുടെ കച്ചവടങ്ങളാണ് നമ്മൾ ചെയ്തു തീർക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു, എല്ലായിടത്തും എല്ലാവരും ലാഭം അന്വേഷിക്കുന്നുണ്ട്. ഈശോ ഒരു ശരീരം നിനക്ക് തന്നിട്ടുണ്ട്. നിന്റെ ശരീരത്തിൻ്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മരണം വരെ വിശുദ്ധിയോടെ ഈ ശരീരം കാത്തു സൂക്ഷിച്ചു കഴിയുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്ന ഒരു ലാഭമുണ്ട്. ഈ ശരീരത്തിൻ്റെ വിശുദ്ധി ലോകം മുഴുവൻ അറിയപ്പെടണം. അനേകർ വന്ന് കൃപ പ്രാപിച്ച് ദൈവകൃപകൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ശരീരമാക്കി നിൻ്റെ ശരീരത്തെ നിനക്ക് മാറ്റാൻ സാധിക്കണം. അതാണ് ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ ലാഭം എന്ന് പറയുക. ഇന്ന് ആരാ ലാഭമില്ലാതെ കച്ചവടം നടത്തുന്നവർ? എല്ലാവരും എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഈശോ പ്രതീക്ഷിക്കുന്ന ഒരു ലാഭം എന്ന് പറയുന്നത് ഇതാണ് പ്രിയപ്പെട്ടവരെ, ശരീരത്തിൻ്റെ വിശുദ്ധി മരണം വരെ. നീ മരിച്ചു കഴിഞ്ഞു ആ വിശുദ്ധി ഈ ലോക ജനത അറിയണം. അത്രമാത്രം ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി പടപൊഴുതാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റണം, നമ്മുടെ ചെവികളെ ഒന്ന് നിയന്ത്രിക്കാൻ നമുക്ക് പറ്റണം, നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റണം. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാകുമെന്ന്. അതെ, നമ്മുടെ മനസ്സിനെ, ശരീരത്തെ, ചിന്തകളെ എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. എന്നിട്ട് പ്രാർത്ഥിച്ച് ഈശോയുടെ ശരീരം പോലെ എൻ്റെ ശരീരമാക്കാൻ ആത്മാവിൻ്റെ അഭിഷേകം എനിക്ക് തരണമേ എന്ന്, ഒരു തീക്കനലിൻ്റെ അഭിഷേകം എൻ്റെ ശരീരത്തിലേക്ക് വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ലൗകികമായ ചിന്തകൾ കൊണ്ട് മനസ്സിന്, ശരീരത്തെ ഭാരപ്പെടുത്തിയപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? അവിടെ പൂന്തോട്ടത്തിൽ പോയിട്ട് റോസമുള്ളുകൾക്കിടയിൽ കയറി ഉരുണ്ടുവെന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുക. ഇന്നും ആ റോസുകൾക്ക് മുള്ളില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട്, വായിക്കാനായിട്ട് പറ്റുക. അങ്ങനെയെങ്കിൽ ഒരു അല്പം ത്യാഗം എൻ്റെ ശരീരത്തെക്കുറിച്ച്, എൻ്റെ മനസ്സിനെക്കുറിച്ച്, എൻ്റെ നാവ് നിയന്ത്രിക്കാനൊക്കെയായിട്ട് ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഈ വിശുദ്ധിയിൽ ജീവിക്കാൻ എനിക്ക് പറ്റും. അപ്പോൾ ഈശോ തന്ന ആ വിശുദ്ധിയും ശുദ്ധീകരണവും എൻ്റെ ജീവിതത്തിൽ ഫലവത്തായി മാറും. ഇതുകൊണ്ട് അനേകർക്ക് അനുഗ്രഹമായി മാറും. ഈശോയുടെ ശരീരത്തിൻ്റെ സൂക്ഷ്മത പോലെ നമ്മുടെ ശരീരത്തിനും വേണം ഒരു സൂക്ഷ്മത, നമ്മുടെ ജീവിതത്തിലും വേണം വിശുദ്ധി, നമ്മുടെ മനസ്സിലും വേണം വിശുദ്ധി, നമ്മുടെ അധരത്തിലും വേണം. അതിന് ഈശോ നമ്മളെ സഹായിക്കട്ടെ. കയറുകൊണ്ടുണ്ടാക്കുന്ന ചമ്മട്ടി പോലെ ജീവിതത്തിൻ്റെ ത്യാഗങ്ങളും പരിശ്രമങ്ങളും ഒക്കെ ഞാൻ തന്നെ സ്വയം എടുത്തിട്ട് എൻ്റെ ശരീരത്തിൽ നിന്ന് അട്ടിപ്പുറത്താക്കേണ്ട ചില മേഖലകളെ ഞാൻ മാറ്റിവെക്കുമ്പോൾ ഈശോ എനിക്ക് തരും ഒരു വിശുദ്ധി, അത് നമുക്ക് സ്വന്തമാക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അവിടുത്തെ കരങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തിയ എൻ്റെ ഈ ശരീരത്തിൻ്റെ മേൽ, മനസ്സിൻ്റെ മേൽ, ആത്മാവിൻ്റെ മേൽ വിശുദ്ധി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ മേഖലകളിൽ കുറവുകൾ, പോരായ്മകളുണ്ടോ അവിടെയെല്ലാം അങ്ങയുടെ വലിയ രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണം. 1 യോഹന്നാൻ 1:7 വചനം പറഞ്ഞല്ലോ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം
എല്ലാ പാപങ്ങളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് ഈശോയെ ഈ നാളുകളിൽ അങ്ങയുടെ തിരുരക്തത്തിൻ്റെ വലിയ അഭിഷേകം കുറവുകളും അശുദ്ധിയും നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ മനസ്സിലേക്ക്, ശരീരത്തിലേക്ക്, ജീവിതത്തിലേക്ക് എല്ലാം തന്ന് വലിയ വിശുദ്ധിയുള്ള മക്കളായി അങ്ങയുടെ മുമ്പിൽ സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും പരിമളം പരത്തുന്ന പ്രിയപ്പെട്ടവരായി മാറുവാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ കരുണയിലേക്ക് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ചേർത്ത് വയ്ക്കുന്നു. ആത്മാവിൻ്റെ വലിയ അഭിഷേകം കൊണ്ട് ഞങ്ങളുടെ ശരീരത്തെ പൂരിതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.